നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ മാഷ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ കുറച്ച് ഭേദമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വിക്രം, വേദയും കമല എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല വേദയോട് പറഞ്ഞു, മോളെ നീ പോയി ആ വിളക്കൊന്ന് കൊളുത്താനായിട്ട് പറയണം. എന്താമേ ഇപ്പം? അതെ, അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് മതി മാഷിനെ അകത്തേക്ക് കയറ്റുന്നതെന്ന് പറയണം. അപ്പം വിക്രം കിടക്കുന്ന മുറിയിൽ വിളക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നതല്ലേ. പെട്ടെന്ന് തന്നെ വേദം മുറിയിലേക്ക് വന്നു. അവിടെ പോയി വിളക്ക് കൊളുത്തുവാണ്. വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ കൂട്ടിക്കൊണ്ട് കമല അങ്ങോട്ട് ചെന്നു. പിന്നീട് വിക്രം, വേദം എല്ലാവരും കൂടി ചെന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കമലയ്ക്ക്. തൻ്റെ മാഷ് തിരിച്ചു വന്ന ഒരു കുഴപ്പവും കൂടാതെ വന്നല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പസ്വാമി തിരികെ തന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ. ഈ സമയത്ത് വേദയുടെ പ്രാർത്ഥനയുടെ ഭഗവാനെ അച്ഛൻ തിരികെ വന്നു. ഇനി തൻ്റെ ജീവിതം താൻ വീട്ടിലേക്ക് തിരികെ പോകണം. എങ്ങനെ തിരികെ പോവും? അതൊക്കെ ഓർത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമം. പോവാനും പറ്റില്ല, പോവാതിരിക്കാനും പറ്റില്ല. പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ശ്രീകാന്തേട്ടൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. തൻ്റെ പേരിലാണ് ഒരു സിം എടുത്തിരിക്കുന്നത്. തൻ്റെ ID കാർഡ് ഉപയോഗിച്ച് അവരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം തൻ്റെ തലയിലേക്ക് വരത്തുള്ളൂ. അതൊക്കെ വേദയ്ക്ക് നന്നായിട്ടറിയാം. തന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ടാണ്. ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് വേദ. ഒരുങ്ങി വേദ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അയ്യപ്പസ്വാമി കാത്തോണെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ തിരികെ എത്തി. പക്ഷേ ഈ വീട് വിട്ട് താൻ എങ്ങനെ പോവും? വിക്രത്തെ ഉപേക്ഷിച്ച്, ഈ വീട്ടുകാരെ ഉപേക്ഷിച്ച്, അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാഷിനെയും കൂട്ടി കമലയും വേദയും വിക്രം എല്ലാവരും കൂടെ മുറിയിലേക്ക് പോയി. അങ്ങനെ മാഷിനെ മുറിയിൽ കൊണ്ടേ കിടത്തുകയാണ്. മാഷിനെ ശരിക്കും എഴുന്നേറ്റിരിക്കാനുള്ള ആരോഗ്യമായിട്ടുണ്ടായിരുന്നില്ല. ഒരാളുടെ സപ്പോർട്ട് വേണമായിരുന്നു. കാരണം 1-2 ദിവസം മെഡിസിൻ്റെ സഹായത്തോടെ മാത്രം കിടന്നതല്ലേ. മയക്കി കിടത്തിയേക്കുമായിരുന്നു മാഷിനെ. ശരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആഹാരമൊക്കെ കഴിച്ച് വേണം ഇനി നല്ല രീതിയിലേക്ക് വരാനായിട്ട്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അതെ അച്ഛന് ഞാൻ ഇച്ചിരി കഞ്ഞി വെക്കാമെന്ന് പറയണം. കമൽ പറഞ്ഞു, ശരി മോളെ നീ പോയി കഞ്ഞി വെക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീജ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേനും വേദ എന്ത് ചെയ്തു? പിന്നെ അവിടെ നിന്നില്ല. വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. വേദയെ നേരെ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയം വിക്രത്തിനെ മാഷ് വിളിച്ചു. മാഷ് വിളിച്ചിട്ട് വിക്രത്തോട് പറഞ്ഞു, വിക്രം ഇനിയിപ്പം നീ താമസിക്കണ്ട. എത്രയും പെട്ടെന്ന് നിന്നെ നീ മലയ്ക്ക് പോകണമെന്ന് പറയാണ്, ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം മാഷില്ലാത്തതുകൊണ്ട് മാത്രമാണ് വിക്രം ശബരിമലയ്ക്ക് പോവാതിരുന്നേ. മാഷും കൂടെ വേണമല്ലോ. ആ സമയത്ത് വിക്രം പറഞ്ഞു, അത് പിന്നെ അച്ഛന് ശരിക്കും ഭേദമായിട്ട് ഇനിയിപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ മലയ്ക്ക് പോയിട്ട് വരണം. മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. പഴയതുപോലെയൊന്നുമല്ല. വിക്രത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുക മാഷിന് വിക്രത്തെ അത്ര സ്നേഹമായിരുന്നു. കാരണം തൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം ആ കുറ്റം ഏറ്റെടുത്തത്. അതും വേറെ ആരും ചെയ്ത കുറ്റമല്ല, വിനായകൻ ചെയ്ത കുറ്റമാണ് വിക്രം ഏറ്റെടുത്തത്. അതൊക്കെ ഓർത്തപ്പം മാഷിന് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഇത്രയും കാലം താൻ അവനെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തി. ആ സ്നേഹം അവന് കൊടുക്കണമല്ലോ, വിക്രത്തിന് കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെതായൊരു സ്നേഹക്കൂടുതൽ വിക്രത്തോട് മാഷിനുണ്ടായിരുന്നു. പിന്നീട് മാഷ് പറഞ്ഞു, ഇനി ഞാൻ ഇത്തിരി സമയം കിടക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ കമല മാഷിൻ്റെ അരികിൽ തന്നെ ഇരുന്നു. ഈ സമയം വിക്രം മുറിയിലേക്ക് പോന്നു. അതേ സമയത്ത് നന്ദിനി വിനായകൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല വിനയേട്ടാ ശരിക്കും അച്ഛനെന്താ സംഭവിച്ചേ? അച്ഛനെ ആരാ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ചോദിച്ചു. വിനായകൻ പറഞ്ഞ ആർക്കറിയാം. അല്ല അപ്പം വിനായകൻ ചേട്ടനോടൊന്നും പറഞ്ഞില്ലേ അച്ഛൻ? എന്ത് പറയാനായിട്ട്? ആര് പറയാൻ? അതിങ്ങനെ ഞാൻ അറിയണേ? അച്ഛന് പോലും ഓർമ്മയില്ല അച്ഛനെ ആരാ തട്ടിക്കൊണ്ടുപോയെന്ന്. പിന്നെങ്ങനെ അച്ഛൻ പറയണേ എന്ന് ചോദിച്ചു. ഓ അങ്ങനെയാണല്ലേ. എന്താടി? അല്ല ഞാൻ കരുതി ഇനിയിപ്പോൾ ആ വാസവൻ്റെ ആൾക്കാരെങ്ങനെയോ ആണോ, അതോ ശ്രീനിവാസൻ്റെ ആൾക്കാരാണോ എന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഓ എന്നാലും 2 ദിവസം അച്ഛനെ കൊണ്ടുപോയിട്ട് അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം. വിനായകൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്. ആ ഇതാ ഇപ്പം നന്നായത്. അച്ഛനോട് എന്തേലും ചോദിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തേലും പറയുമോ? ഇപ്പം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ടൊക്കെ ഓടിക്കും. വിനായകൻ പറഞ്ഞു, എന്നാൽ പിന്നെ മിണ്ടായിരുന്നാൽ മതി. നീ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ, അവൾ വലിയ കണ്ടുപിടുത്തമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. കാരണം നന്ദിനി ഇത്ര പെട്ടെന്ന് മാഷ് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. മാഷ് വരാതിരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആണല്ലോ. പക്ഷെ നന്ദിനിക്ക് പറയാൻ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. സ്വന്തം കാര്യം സിന്താബ. മാഷ് വരാത്തതിൻ്റെ വിഷമത്തിൽ ആഹാരം പോലും നേരെ ചൊവ്വേ ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്തൊക്കെ നന്ദിനി നന്നായിട്ട് വെട്ടി വിഴുങ്ങുമായിരുന്നു. നന്ദിനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ആരൊക്കെ ചത്തെന്ന് പറഞ്ഞാലും ജീവിച്ചെന്ന് പറഞ്ഞാലും താൻ കഴിക്കും, തനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്നൊരു ചിന്താഗതിയായിരുന്നു നന്ദിനിക്കുണ്ടായിരുന്നേ.
ഈ സമയത്ത് വേദ പുറത്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയ്ക്കാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോലും തോന്നിയില്ല. തലേദിവസമൊക്കെ കമലയുടെ ഒപ്പമാണ് കിടന്നുറങ്ങിയത്, കാരണം മാഷില്ലാത്തതുകൊണ്ട്. പക്ഷേങ്കിൽ ഇന്നെന്ത് ചെയ്യും നോർത്തിങ്ങനെ ഇരിക്കുവാണ്. അതിനേക്കാളുപരി 2 ദിവസം കഴിയുമ്പോൾ വിക്രം മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും താൻ തൻ്റെ വീട്ടിലേക്ക് പോകണം, ആ ഒരു ചിന്തയായിരുന്നു. അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ അവിടെ ആലോചിച്ചിരിക്കുന്നത് കണ്ടു. വിക്രത്തിനറിയാം വേദയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ആരോടും തുറന്നു പറയാത്തതാണ്. വിക്രം വന്നിട്ട് ചോദിച്ചാൽ, എന്താ വേദ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, നീ ഉറങ്ങണില്ല എന്നൊക്കെ ചോദിക്കണം. പെട്ടെന്ന് വേദ പറഞ്ഞു, ഉറങ്ങണം, പിന്നെ എന്താ ഇവിടെ ഇരിക്കണേ, ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് വേദ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് ആ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, ഞാൻ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറിയുള്ള സംസാരം. എന്താ വേദ, നിനക്കിത് എന്താ പറ്റിയത്, കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ. വേദ പറഞ്ഞു, ഒന്നുമില്ല, അച്ഛൻ തിരികെ വന്നല്ലോ, പക്ഷെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടെ. നിനക്ക് എന്തെങ്കിലും അറിയാവോന്ന് ചോദിച്ചു. എന്തറിയാവോന്ന്? അല്ല, അച്ഛൻ എവിടെയായിരുന്നു എന്തായിരുന്നൊക്കെ. നിന്റെ ഇപ്പോഴത്തെ ഈ മുഖഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നിനക്ക് അറിയാനും തോന്നല്ലോ. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ വിക്രത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് അത് സെറ്റായില്ല. വിക്രം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് എന്തേലും മനസ്സറിവുണ്ടെങ്കിൽ നീ പറയാൻ പറഞ്ഞു. പക്ഷെ വേദ പറഞ്ഞു, എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദ എങ്ങോട്ട് പോവാണ്. വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാലമായി ഇവിടെ വന്നിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെയും വേദയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായി കണ്ടിട്ടില്ല. വേദ തന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന പോലെ വിക്രത്തിന് തോന്നി. പക്ഷെ അകലാൻ ശ്രമിക്കുന്നതോളം വിക്രം വേദയും കൂടെ അടുത്തോണ്ടിരിക്കുക എന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. കാരണം വേദ തന്നോട് മിണ്ടാതിരിക്കുമ്പോഴൊക്കെ വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നേരത്തെ എപ്പോഴും വന്ന് അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ തന്നെയായിരുന്നു വേദയ്ക്കും. വിക്രത്തോട് സംസാരിക്കാതിരിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു വീർപ്പുമുട്ടല. ഇങ്ങനെയാണെങ്കിൽ താൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്താവും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ. അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം മലയ്ക്ക് പോകും. മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കിനി പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആ ഒരു ചിന്തയായിരുന്നു. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എൻ്റെ അയ്യപ്പ സ്വാമി എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വേദ പതിവ് പോലെ തന്നെ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. വിക്രത്തെ മൈൻഡ് ചെയ്യുകയോ വിക്രത്തോട് സംസാരിക്കുകയോ പോലും ചെയ്തില്ല. ഈ സമയത്ത് വിക്രത്തെ ശ്രീനിവാസൻ വിളിച്ചു, കാണണം എന്നൊക്കെ പറയണം. അങ്ങനെ ശ്രീനിവാസനെ കാണാനായിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ വിക്രം ശ്രീനിവാസനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കൻ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്തിനോട് വിക്രം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയണം. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ, ഇത് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് ശ്രീകാന്ത് തീരുമാനിച്ചു. ഈ സമയത്ത് വിക്രം ശ്രീനിവാസനും കൂടെ സംസാരിക്കണം. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഇലക്ഷനല്ലേ വരുന്നേ, ഇത്തവണ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് അറിയാലോ. വിക്രം പറഞ്ഞു, സാറ് ധൈര്യമായിട്ട് വന്നു, എന്താണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മലയ്ക്ക് പോയിട്ട് വരും, മാലി ഊരുമല്ലോ, പിന്നെ സാറിന് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, എനിക്കറിയാം നിന്റെ ബലം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, നീ എൻ്റെ വലം കൈ അല്ലേ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ വിക്രത്തിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ അവിടെ സന്തോഷിക്കുകയാണ്, കാരണം ഇലക്ഷൻ്റെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട്. ഇതേ സമയത്ത് ശ്രീകാന്ത് വേദയെ വിളിച്ചു. വേദയെ വിളിച്ചിട്ട് വേദയോട് പറഞ്ഞു, അതെ നിന്റെ ഭർത്താവുണ്ടല്ലോ ആ ഗുണ്ടാ വിക്രം, അവൻ മലയ്ക്ക് പോകാൻ മാലയിട്ടാലും നന്നാവത്തില്ലല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എന്ത് നന്നാവില്ലെന്ന് ആരാ ശ്രീകണ്ഠനോട് പറഞ്ഞേ? അവൻ വീണ്ടും ആ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോയേക്കുക, അയാളുടെ അടിമപ്പണി ചെയ്യാനെന്ന് പറയണം. അടിമപ്പണി ചെയ്യാനോ? അതെ, ശ്രീനിവാസനാണല്ലോ വിക്രത്തിനെ നിയന്ത്രിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞതേ വെറുതെ അനാവശ്യം പറയരുത്. വിക്രം ഇപ്പോൾ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല, ശ്രീനിവാസനുമായിട്ട് വിക്രത്തിനും ഒരു ഇടപാടുമില്ലെന്ന് പറയാം. ആര് പറഞ്ഞ ഇടപാടില്ലെന്ന്? നീ ഒരു കാര്യം ചെന്ന് അവിടെ ചെന്ന് നോക്ക്, അപ്പോഴറിയാം വിക്രം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാലോ എന്നൊക്കെ പറയണം. അവിടെ എന്ത് ചെയ്യാന്ന് ചെന്ന് നോക്ക് എന്നൊക്കെ പറയണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുക്കായിരുന്നത്, വിക്രത്തെ കൊടുക്കാനായിട്ട് പുളിക്കനും ശ്രീകാന്തും എല്ലാവരും കൂടെ ചേർന്നിട്ടെടുത്ത ഒരു കുടുക്കായിരുന്നത്. പക്ഷെ അത് വേദയ്ക്ക് മനസ്സിലായില്ല. വേദ പെട്ടെന്ന് ഓർത്തു, ഒരു പക്ഷേ തൻ്റെ വാക്കുകളൊക്കെ ധിക്കരിച്ച് വീണ്ടും വിക്രം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമല്ലല്ലോ. മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക, അയാളുമായിട്ട് ഇപ്പോൾ ഒരു അടുപ്പത്തിനും പോകരുതെന്നൊക്കെ വേദ പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പോൾ വേദയ്ക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പോയി നോക്കണോ അതോ ഇനിയിപ്പം ശ്രീയേട്ടൻ വെറുതെ കള്ളത്തരം പറയുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.